കുട്ടനുണ്ടാക്കിയ ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു. അത് നല്ല ഗുണ്ടുമണി പോറ് ചപ്പാത്തിയായിരുന്നു. അത് നന്നായിട്ട് വെന്തിട്ടുമില്ല, ഉപ്പും കൂടിപ്പോയി. അപ്പോൾ ഞാനതെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു. നിങ്ങളും ചെയ്ത് നോക്കും. ഇങ്ങനെ ബാക്കി വരുന്നത് രാവിലെ ഉണ്ടാക്കുന്നത് ചിലപ്പം വൈകുന്നേരത്തേക്ക് ഇങ്ങനെ ആക്കാം. രാത്രി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇതിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക, എണ്ണ ഒഴിച്ച്, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്ത് പോകേണ്ട. നമ്മൾ നൂഡിൽസിനൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചപ്പാത്തിയിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ട്, കുറച്ച് അധികം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ ഉള്ളിക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം അല്പം ഇട്ടാൽ മതി. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞളും മുളക് പൊടി വളരെ കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അവരവരുടെ ഇഷ്ടം പോലെ. എന്നിട്ട് കുറച്ച് സോസ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. സോയ സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട്, അധികം മൂത്തൊന്നും പോകണ്ട കേട്ടോ. എന്നിട്ട് ആ ചപ്പാത്തി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇതിലിനി ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പ് അതിനകത്ത് ആവശ്യമുണ്ട് ചപ്പാത്തിയിൽ. അത് നോക്കിയിട്ട് പോരെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് എന്നിട്ട് സോസല്ല, ടൊമാറ്റോ കെച്ചപ്പും കൂട്ടിയാണ് കഴിച്ചത്. കെച്ചപ്പ് ഇതിനകത്ത് ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അത് എങ്ങനെ അത് ഇട്ട് പോയതാണത്. അത് ഓർത്ത് പിന്നീട് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം അത് ഒഴിച്ച് കഴിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.